ഇനി കണ്ണൂരിലേക്കൊന്ന് പോകാനാണ് പ്രൈവറ്റ് ബസ് പണിമുടക്കുകയാണ്. അമിതമായ പിഴ ഈടാക്കി പോലീസ് പീഡിപ്പിക്കുന്നുവെന്നാണ് അവരുടെ ആരോപണം. അതുകൊണ്ടാണ് ഈ സമരം. പോലീസ് നടപടിക്കെതിരെ പലവട്ടം പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ ആരോപിക്കുന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൃത്യം റിപ്പോർട്ട് ചെയ്യുന്നു. സജോ, എല്ലാ റൂട്ടിലേക്ക് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഇന്ന് പണിമുടക്കിലാണോ? SKN ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ എല്ലാ ഇടങ്ങളിലും, അതായത് ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. അതായത് ഭൂരിപക്ഷം സർവീസുകളും മുടങ്ങും. അതായത് പൂർണ്ണമായി തന്നെ എന്ന് പറയാൻ കഴിയും, സർവീസുകൾ മുടങ്ങും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പൂർണ്ണമായി നിരത്തുകളിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ വിട്ടുനിൽക്കുകയാണ്. നേരത്തെ തന്നെ ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി, അതൊരു സംയുക്ത സമിതിയാണ്, അവർ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇന്ന് സൂചനാ പണിമുടക്കാണ് നടത്തുന്നത്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുഭാവപൂർണ്ണമായ പരിഗണന ഉണ്ടായില്ലെങ്കിൽ ഈ മാസം 18 മുതൽ അനിശ്ചിതകാല സമരം നടത്തും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചും വടക്കൻ മലബാർ പൊതുവിലും സ്വകാര്യ ബസ്സുകൾ എന്നത് പൊതുഗതാഗത സംവിധാനത്തിലെ ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് സ്വകാര്യ ബസ് സമരം എന്നത് ജനജീവിതത്തെ പൂർണ്ണമായും ബാധിക്കുമെന്ന കാര്യം നിസ്തർക്കമാണ്. കാരണം KSRTC സർവീസ് നടത്തുന്നുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, KSRTC സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ KSRTC സർവീസുകൾ പര്യാപ്തമല്ല. കാരണം ജില്ലയുടെ മലയോര മേഖലയടക്കമുള്ള പ്രധാന മേഖലകളിലേക്കൊക്കെ KSRTC സ്വകാര്യ ബസ് സർവീസുകളെയാണ് ജനങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനജീവിതത്തെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സമരം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുകൊണ്ട് പെട്ടെന്നുള്ള സമരമൊന്നും അല്ലാത്തതുകൊണ്ട് ആളുകൾക്കറിയാം. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതുകൊണ്ട് സമരം അറിഞ്ഞതുകൊണ്ട് ആളുകൾ അത് മനസ്സിലാക്കിയാണ് യാത്ര ചെയ്യുന്നത് എന്ന് കരുതുന്നു. വലിയ തിരക്ക്, അങ്ങനെ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. പക്ഷേ ജില്ലയെ സംബന്ധിച്ച് ജില്ലയുടെ എല്ലാ മേഖലകളിലും സമരം ബാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തേക്കും ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെയും പിന്തുണ സമരത്തിന് പൊതുവായി തന്നെയുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിയാണ്, ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇതൊരു സൂചന. അവർ പറയുന്നൊരു കാര്യം, ജില്ലയുടെ വിവിധ മേഖലകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളെ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്യായമായി അനാവശ്യമായി അമിത പിഴ ഈടാക്കുന്നു. പലയിടങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലയിടങ്ങളിൽ ആ നിയമലംഘനങ്ങൾക്ക്, ചെറിയ തോതിലുള്ള നിയമലംഘനങ്ങൾക്ക് കണ്ടടയ്ക്കുക. കാരണം ആ ബസ്സുകൾ വേഗത്തിൽ എത്തിച്ചേരേണ്ടതുകൊണ്ട് മറ്റ് എളുപ്പ വഴികളൊക്കെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അത് പക്ഷേ അപകടം വരുത്തി വെക്കുന്നതൊന്നുമല്ല. എന്ന് മാത്രമല്ല, മറ്റ് സർവീസുകളൊക്കെ നടത്തുമ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് ബസ്സുകൾ തടഞ്ഞ് ചെറിയ ചെറിയ ഒഫൻസുകൾ കണ്ടെത്തി അമിത പിഴ ഈടാക്കുന്നു. അത് വലിയ തോതിലുള്ള ബാധ്യത വരുത്തിവെക്കുന്നു, സ്വകാര്യ ബസ് വ്യവസായത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു എന്നതാണ്. ആ കാര്യത്തിൽ പരിഗണനയുണ്ടാകണം. അങ്ങനെ അന്യായമായ ഭീമമായ തുക ഓരോ തവണയും പിഴ ഈടാക്കാൻ തുടങ്ങിയാൽ വ്യവസായം നശിക്കും, വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്നാണ് അവരുടെ പരാതി. അതുകൊണ്ട് ആ വിഷയം പരിഗണിക്കണം, ഈ വിഷയത്തിൽ ഇടപെടൽ വേണം, പോലീസും മോട്ടോർ വാഹന വകുപ്പ് അത് പരിഗണിക്കണമെന്നാണ്. അല്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് അവർ അറിയിക്കുന്നത്. സമരം പൂർണ്ണമാണ്. ഓക്കെ, താങ്ക് യു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലയിൽ പ്രൈവറ്റ് ബസ്സുകൾ പണിമുടക്കുന്നു, പോലീസുകാരെ അമിതമായ പിഴ ഈടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സമരം. എന്ത് സമരം വന്നാലും ആത്യന്തികമായി ജനങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കുക.